ഹലോ ഓൾ വെൽക്കം ടു ക്രിസ്റ്റൽ. ക്രിസ്റ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ് ആണ് UGC നെറ്റ് ഹിസ്റ്ററി ആസ്പിറൻസിന് വേണ്ടി നമ്മൾ നടത്തുന്ന സ്കോളർഷിപ്പ് ടെസ്റ്റ് എക്സാമിനേഷൻ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആർക്കാണ് എക്സാമിനേഷൻ, എന്തിനാണ് എക്സാമിനേഷൻ, ഈ എക്സാമിനേഷൻ എങ്ങനെയാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്, ഇതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹിസ്റ്ററി ആസ്പിറൻസ് ആയിട്ടുള്ള ആൾക്കാരാണോ നിങ്ങൾ, ഇത് പരിപൂർണമായിട്ടും ശ്രദ്ധിച്ചു കേൾക്കുകയും ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വി ആർ ഡിസ്കസിങ് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. സോ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ പോകുന്നത് മെയ് 4th നടക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെ? അപ്പൊ മെയ് 4th സൺഡേ ആയിരിക്കും ഓൺലൈൻ ആയിട്ട് നമ്മുടെ എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ എക്സാമിനേഷൻ കൃത്യമായിട്ട് കൃത്യസമയത്ത് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. മൺഡേ വന്നിട്ട് എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കരുത്. മൺഡേ നമുക്ക് റിസൾട്ട് ഡിക്ലെയർ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പൊ മെയ് 4th സൺഡേ ആണ് ഓൺലൈൻ ആയിട്ട് എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. ബേസിക് ഐഡിയ. ഇനി എന്തിനാണ് എക്സാമിനേഷൻ? ദ പോയിന്റ് ഇസ് ദാറ്റ് ഡിസംബർ 2025 സൈക്കിളിലോട്ട് പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്ന ആസ്പിറൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ ഓൺലൈൻ എക്സാമിനേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളൊക്കെ വെച്ചിട്ട് വെറും 30 പേരുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സൂപ്പർ 30 ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. വൈ വി ആർ ഹാവിംഗ് ദിസ് കോൺസെപ്റ്റ് സൂപ്പർ 30? നിങ്ങൾ ഈ എൻട്രൻസ് ഫീൽഡ്, മെഡിക്കൽ എൻട്രൻസ് ഫീൽഡിൽ സൂപ്പർ 30 എന്ന് പറയുന്ന ഒരു റെവല്യൂഷണറി ഹിസ്റ്ററി ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ ഡിസംബർ 2025 സൈക്കിൾ എക്സാമിനേഷനിലോട്ട് വെറും 30 കുട്ടികളെ വെച്ചിട്ട് മാത്രം, 31 ഇല്ല, 30 പേരുടെ ഒരു ഡെഡിക്കേറ്റഡ് ബാച്ച്. ഈ 30 പേരുടെയും നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇവരുടെ ഡിമാൻഡ് അനുസരിച്ച് ചില കുട്ടികൾക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടാകും. ഓക്കെ, അപ്പൊ അവർക്ക് നെറ്റ് മതി. അതേസമയത്ത് ചില ആൾക്കാർക്ക് റിസർച്ച് സർ എന്തായാലും ചെയ്യണം, എന്റെ വലിയൊരു ആഗ്രഹമാണ്, JRF തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഈ രണ്ട് കാര്യങ്ങൾ, PhD ഒന്നുമില്ല, നെറ്റ് JRF എന്ന് പറയുന്ന രൂപത്തിലോട്ട് ഇത് നമ്മൾ നേടിക്കൊടുക്കുന്ന ഈ 30 പേർക്ക് ഇത് നേടിക്കൊടുക്കും എന്നുള്ള രൂപത്തിലോട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ചിനെ കാണുന്നത്. അതുകൊണ്ടാണ് മെയ് 4th നമ്മൾ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നടത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെയ് 12th തന്നെ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വളരെ നേരത്തെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത ഡിസംബറിൽ അവർ എക്സാം എഴുതുന്നുണ്ടാവും. അവർക്ക് അവരുടെ ആഗ്രഹിച്ച പോലെ നെറ്റ് JRF കിട്ടിയിരിക്കണം. അങ്ങനെ ഒരു സൂപ്പർ 30 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിലോട്ടുള്ള ഒരു ബാച്ചാണ് നമ്മൾ ഈ സ്കോളർഷിപ്പ് ടെസ്റ്റിലൂടെ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ബേസിക് ഐഡിയ. ഇനി ഇതിന്റെ ഫർദർ കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തിയതിന്റെ ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത്. നമ്മളുടെ ഒറിജിനൽ ഫീസ് വരുന്നത്, അതായത് ഡിസംബർ സൈക്കിളിലോട്ടുള്ള ഒറിജിനൽ ഫീ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 16K, 16,000 രൂപയാണ് വരുന്നത്. അപ്പൊ സ്കോളർഷിപ്പിലൂടെ നമ്മൾ ഈ എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഒരു 50 ക്വസ്റ്റ്യൻസിന്റെ ഒരു എക്സാം ഉണ്ട്. 50 ക്വസ്റ്റ്യൻസ് ഇൻറ്റു 2 മാർക്ക് എത്രയായി? 100 മാർക്കായി. ഓക്കെ, അപ്പൊ 100 മാർക്കിന് ഒരു പരീക്ഷ നമ്മൾ നടത്തും. ഒരു ചെറിയ എക്സാമിനേഷനാണ് വരിക, ഒരു കുറഞ്ഞ ടൈമിൽ. അപ്പൊ ഒരു ഈ 100 മാർക്കിന്റെ എക്സാമിനേഷൻ നടത്തുമ്പോൾ അതിൽ നിങ്ങൾക്ക് 90% ആൻഡ് എബോവ് മാർക്ക് കിട്ടുവാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഹാവ് ദ ഡിസ്കൗണ്ട് ഓഫ് 50% ആൻഡ് യു ക്യാൻ ജോയിൻ ഫോർ ദിസ് പെർട്ടിക്കുലർ കോഴ്സ് വിത്ത് ജസ്റ്റ് 8,000 rupees ഓൺലി. ഇതിന്റെ ബാക്കി ബെനിഫിറ്റ് ഇവിടെ വഴിയെ പറഞ്ഞുതരാം. അതേ സമയത്ത് നിങ്ങൾക്ക് 80% ആൻഡ് 90% താഴേക്കാണ് കിട്ടുന്നതെങ്കിൽ, 80ന്റെയും 90ന്റെയും, അതായത് 80 above ആണ് കിട്ടുന്നതെങ്കിൽ 40% you will be able to secure this course with an amount of 9,600. അതേ സമയത്ത് 30% ഓഫർ കിട്ടുന്ന ആൾക്കാരായിരിക്കും ബാക്കി 60% above മാർക്ക് കിട്ടുന്ന ആൾക്കാർക്ക്. അവർക്ക് 11,200 ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, സർ ഈ കോഴ്സിൽ തന്നെ ജോയിൻ ചെയ്യണം, എന്താണ് നിർബന്ധം എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ക്രിസ്റ്റലിന്റെ കഴിഞ്ഞ കുറച്ച് കാലത്തെ എക്സാമിന്റെ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ പഠിച്ച ഹിസ്റ്ററി സ്റ്റുഡൻസിന് അത്രയും പേർക്ക് റിസൾട്ട് നേടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ആ രീതിയിലാണ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്കും ഫാക്റ്റിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഇതിൽ ഒരു അഡീഷണൽ ഫീച്ചർ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഹിസ്റ്ററി സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകൾ ഒരിക്കലും ചെറുതല്ല. ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു ഫോർ ഓൾ ദ ലോങ് ജേർണി. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ബെനിഫിറ്റുകളിൽ ഈ പറഞ്ഞ സ്കോളർഷിപ്പിന്റെ ഈ ബെനിഫിറ്റ് മാത്രമല്ല, പ്ലസ് ക്രിസ്റ്റലിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ആണത്. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടു നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് കിട്ടും. നോക്കിക്കേ, ഈ പുസ്തകത്തിന് മാത്രം വാല്യൂ 2,100 രൂപ വരുന്നുണ്ട്.
ആ 2100 രൂപ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ ബാക്കി എമൗണ്ടോട് വരുന്നത്. അപ്പോൾ ടോപ്പ് പെർഫോമൻസിന് 8000 റുപ്പീസ് കൊടുത്താൽ മതി അടുത്ത കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ. ബാക്കിയുള്ളവർക്ക് കറസ്പോണ്ടിങ് അവരുടെ സ്കോറിനനുസരിച്ചിട്ടുള്ള ഡിസ്കൗണ്ട് ആയിരിക്കും ലഭ്യമാകുന്നത്. അപ്പൊ ഈ ആസ്പിറൻസ് ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റിയിൽ തന്നെ പ്രിപ്പറേഷൻ നടത്തിയിട്ട് എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും, ഹിസ്റ്ററിയുടെ അത്രയും വലിയൊരു സിലബസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അതെന്താന്നുള്ളത് വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന് മുന്നേ ഞാൻ പറഞ്ഞ പോലെ സൂപ്പർ 30 എന്ന് പറയുന്ന ഹിസ്റ്ററിയുടെ ബാച്ചിനെ കുറിച്ച് ഒന്നുകൂടെ പറയാണ്. ഇറ്റ്സ് എ എക്സ്ക്ലൂസീവ് ബാച്ച് ഫോർ ഡിസംബർ 2025 സൈക്കിൾ. അതിൽ ഞാൻ പറഞ്ഞ പോലെ 30 പേരുടെ അഡ്മിഷൻ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. കാരണം വലിയ ഒരു ആൾക്കാരുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ 30 പേരാകുമ്പോൾ 30 പേരുടെ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യേണ്ടി പറ്റും. ഓൺലി 30 ടോപ്പ് സ്റ്റുഡൻസ് അവർ ഈ സ്കോളർഷിപ്പ് ടെസ്റ്റിലൂടെ വരുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുന്നുള്ളൂ. അവർക്ക് വേണ്ടിയുള്ള റിഗ്രസ് ട്രെയിനിങ്, എക്സ്പെർട്ട് മെന്റർഷിപ്പ്, ഈവൻ പേഴ്സണൽ ഗൈഡൻസ് ഇതെല്ലാം ലഭ്യമാക്കുന്ന രൂപത്തിലോട്ടാണ് ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ ഒരു പക്ഷേ ഡിഗ്രി ഹിസ്റ്ററി ആകാതെ PG ഹിസ്റ്ററി എടുത്തവരുണ്ടാകാം. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഫോക്കസ് ചെയ്തിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്തിട്ട് ബിഗിൻ വിത്ത് ബേസിക്സ്, ദെൻ അഡ്വാൻസ്ഡ് ക്ലാസ് നോട്ട്സ്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞ പോലെ അഡ്മിഷൻ എടുക്കുന്നതനുസരിച്ച് ബുക്കുകൾ നിങ്ങളുടെ വീട്ടിലോട്ട് ഡെലിവർ ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് അതിന്റെ പഠനമൊക്കെ ആരംഭിക്കുകയും ചെയ്യാം. അങ്ങനെ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. നോട്ട് ഓൺലി ഹിസ്റ്ററി പ്ലസ് പേപ്പർ 1. പേപ്പർ 1 കൂടെ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫറോട് കൂടെ തന്നെ നിങ്ങളുടെ കരിയറിനെ സെറ്റ് ആക്കാനുള്ള ഒരു പ്ലാൻ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഈ സ്കോളർഷിപ്പ് എക്സാമിനേഷന് എന്ത് സിലബസാണ് ഞാൻ വെച്ച് പഠിക്കുക, അതിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ പെർഫോമൻസ് കാഴ്ച വെച്ചാൽ മതി. അതിനർത്ഥം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തരണമെന്ന് നമ്മുടെ ആഗ്രഹം കൂടിയാണ്. നിങ്ങൾ ഇനി പഠിച്ചിട്ട് നേടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഏൻഷ്യൻ ഇന്ത്യയിൽ നിന്നും 10 ചോദ്യം ഉണ്ടാവും, മിഡീവൽ ഇന്ത്യയിൽ നിന്ന് 10 ചോദ്യം, മോഡേൺ ഇന്ത്യ 10 ചോദ്യം, ഹിസ്റ്റോറിയോഗ്രാഫി 5 ചോദ്യം, പേപ്പർ 1 നിന്നും 15 ചോദ്യം. ഓക്കെ, അപ്പൊ ആൻഷ്യൻ ഇന്ത്യയിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, മൗര്യൻ എംപയർ, ഗുപ്ത എംപയർ. മിഡിൽ ഇന്ത്യയിൽ നിന്ന് ഡൽഹി സൽത്തനേറ്റ് മുകളിൽ മാത്രം പഠിച്ചാൽ മതി. അതിൽ നിന്ന് നമ്മൾ ഈ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇട്ടുള്ളൂ. മോഡേൺ ഇന്ത്യ 1600 എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫോർമേഷൻ ടിൽ റിവോൾട്ട് ഓഫ് 1857 ആ ഏരിയ മാത്രം പഠിച്ചാൽ മതി. ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നിന്നും 5 ചോദ്യങ്ങൾ. ദെൻ പേപ്പർ 1 നിന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അത് നെറ്റ് താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ഇതെന്തായാലും അറിഞ്ഞിരിക്കണമല്ലോ. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, JRF വേണ്ടവർക്ക് ഇതെന്തായാലും അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് അത് രണ്ടും എന്തായാലും ഉണ്ടാവും. കുറച്ച് മാത്തമാറ്റിക്സ്, വെറും 3 ക്വസ്റ്റ്യൻ മാത്രം മാത്തമാറ്റിക്സ് ഇൻക്ലൂഡിംഗ് റീസണിങ്. ദെൻ ഹയർ എഡ്യൂക്കേഷൻ, നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ, PG ഒക്കെ ഹയർ എഡ്യൂക്കേഷന്റെ കാറ്റഗറിയിൽ വരുന്നവരാ. ദെൻ കോംപ്രഹെൻഷൻ, ഒരു പാരഗ്രാഫ് എന്നിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻ. അങ്ങനെ 15 ക്വസ്റ്റ്യൻ പേപ്പർ 1 നിന്ന്. ടോട്ടലി 50 ക്വസ്റ്റ്യൻസ്, 50 × 2 100 മാർക്കിന് ഒരു എക്സാമിനേഷൻ. അപ്പൊ ഇതിൽ വിജയിക്കുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ഇത് അർഹതപ്പെട്ട ആൾക്കാരിലോട്ട് എത്തുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ സിലബസ് അനുസരിച്ചിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, ഡിയർ ആസ്പിറൻസ്, ഇത് നിങ്ങളുടെ ഓരോരുത്തരോട് കൂടിയുള്ള റിക്വസ്റ്റ് കൂടിയാണ്. നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ്, ഒരു പക്ഷെ ഒപ്പം പഠിച്ചവരാകാം, നിങ്ങളുടെ ജൂനിയേഴ്സ് ആകാം, അവർക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ അറിയിച്ചു കൊടുക്കുക. അവരും ഈ എക്സാമിനേഷൻ എഴുതട്ടെ. ഓക്കെ, എല്ലാവർക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ദാറ്റ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ May 4 എക്സാമിനേഷൻ സൂപ്പറാക്കി എഴുതുക. May 5 നമ്മൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.